മാംഗല്യം. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. എന്താടാ? അവൾ പിടിച്ചു നിർത്തിയ കയ്യിലേക്ക് നോക്കി അവളോടായി അവൻ ചോദിച്ചു. നന്ദേട്ടൻ എവിടെ പോവാ? അതിപ്പോ എന്താ അങ്ങനെ ഒരു ചോദ്യം? സാധാരണ രാത്രി ഞാൻ എവിടെ പോകാറ്? സ്വതസിദ്ധമായ പുഞ്ചിരിയോടെയായിരുന്നു അവന്റെ ആ ചോദ്യം. മുറിയിലേക്ക് പോകുവാണോ കുഞ്ഞുമായിട്ട്? എന്തേ? അവളുടെ കവിളിൽ മെല്ലെ ഒന്ന് തട്ടി അവൻ പുഞ്ചിരിച്ചതും പെണ്ണിന്റെ മുഖം പിന്നെയും കയറി വീർത്തു. നന്ദേട്ടൻ കുഞ്ഞിനെ കൊണ്ടുപോണ്ട, അവൾക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ നോക്കിക്കോളാം. ആകെ പിണങ്ങിയ പോലുള്ള അവളുടെ വർത്തമാനം കേട്ടതും അവന്റെ ചുണ്ടൊന്നു വിടർന്നു. തൽക്കാലം എന്റെ കുട്ടി സ്വന്തം കാര്യം നോക്ക്. ഒന്നാമത് നിനക്ക് വയ്യ, ആ നീയാണ് ഇനി കുഞ്ഞിന്റെ കാര്യം കൂടി നോക്കുന്നത്. തൽക്കാലം നിങ്ങൾ രണ്ടുപേരും നോക്കാൻ ഞാനുണ്ട് ഇവിടെ. അതുകൊണ്ട് കൂടുതലൊന്നും ഇങ്ങനെ ആലോചിച്ചു കൂട്ടാതെ എന്റെ കൊച്ചു കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ലു പോ. ഇത്തിരി കുറുപോടെ അവളുടെ മൂക്കിൻ തുമ്പിൽ ഒന്ന് തട്ടി തോളിൽ പിടിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. അത് കാണുകെ പെണ്ണ് ഇത്തിരി ദേഷ്യത്തിൽ ആ കൈത്തുമ്പ് തട്ടിമാറ്റി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, മോൾ എന്റെ അടുത്ത് കിടന്നോട്ടെ. കണ്ണേ. വാശി പോലെ പെണ്ണ് പിന്നെയും പറഞ്ഞതും അല്പം ശാസനയോടെ തന്നെ ഹരി അവളെ വിളിച്ചു. ആ വിളിയിലെ മാറ്റം അവളുടെ മുഖത്തായിരുന്നു കൂടുതൽ അറിഞ്ഞത്. ആകെ പിണങ്ങി വീർത്ത് കരയാൻ തുടങ്ങും പോലെ ആ മുഖം കണ്ടതും ഹരി കുഞ്ഞിനെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് തന്നെ അവൾക്കടുത്തേക്ക് ചെന്നു. എന്തിനാപ്പോ ഈ വാശി സങ്കടവും? പറയുന്നതിനൊപ്പം തന്നെ അവളുടെ ഒഴുകിയിറങ്ങാൻ തുടങ്ങിയ കണ്ണുനീർ തുള്ളിയെ തട്ടിമാറ്റി അവനാ കവളിൽ ഒന്ന് നുള്ളി. നിക്കാണോ വാശി? ഹരിയണ്ണല്ലേ? കവളിലിരുന്ന കൈ തട്ടിമാറ്റിക്കൊണ്ട് പിന്നെയും ചൊടിച്ചു പെണ്ണ്. എന്റെ പൊന്നു കുഞ്ഞ്, ഇത് വാശിയും ദേഷ്യവും ഒന്നും അല്ല. ഒന്നാമത് നിനക്ക് വയ്യ, ഗുളിക കഴിച്ചതിന്റെ ആണെന്ന് തോന്നുന്നു നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ആ കട്ടിലേക്ക് നീ ഒന്ന് കിടന്നാൽ അപ്പം നീ ഉറങ്ങും. അതിന്റെ കൂടെ കുഞ്ഞിന് ഒരു പക്ഷെ രാത്രി പനിച്ചാൽ നിന്റെ ആ ഉറക്കം വെറുതെ മുറിഞ്ഞു പോവുകയും ചെയ്യും. അത് വേണ്ട, തൽക്കാലം ഞാനുണ്ടല്ലോ. അതുകൊണ്ടാ പറഞ്ഞത് നീ കിടന്നുറങ്ങിക്കോ, മോളെ ഞാൻ നോക്കിക്കോളാംന്ന്. അല്ലാതെ നീ കുഞ്ഞിനെ നോക്കുന്നതിൽ എനിക്കെന്താടി കൊച്ചേ പ്രശ്നം? അവൾക്ക് അല്പം പോലും സങ്കടം വരാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചെക്കൻ പിന്നെയും പറഞ്ഞെങ്കിലും അവളുടെ മുഖം ഒട്ടും മാറിയില്ല. അതുകൊണ്ട് നീ കിടക്കാൻ നോക്കിയേ, നിന്നെ കിടത്തിട്ട് വേണം എനിക്ക് മോളെയും കൊണ്ട് പോവാൻ. താൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവൾക്കത് മനസ്സിലാകില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൻ ഇത്തിരി നിർബന്ധിച്ച് തന്നെ പെണ്ണിനെ കൊണ്ടുവന്ന് കട്ടിലേക്ക് കിടത്തി. ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും വേണ്ട, മോൾക്ക് പനി രാവിലെ ആകുമ്പോൾ അങ്ങ് കുറഞ്ഞോളും. ഇപ്പൊ എന്റെ കൊച്ചു ഉറങ്ങാൻ നോക്ക്, ചെല്ല്. ദേഷ്യത്തിൽ തുറച്ചു നോക്കുന്നവളുടെ കണ്ണുകളെ മൈൻഡ് ചെയ്യാതെ അവൻ കൺപോളകളെ മെല്ലെ തഴുകി അടച്ചു കൊടുത്തു. നന്ദേട്ടൻ ദുഷ്ടനാണ്. അവന്റെ കൈ തട്ടിമാറ്റി പെണ്ണ് സൈഡ് ചെരിഞ്ഞു കിടന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞതും, പക്ഷേ എന്റെ കണ്ണ് നല്ല കുട്ടിയാണല്ലോ, ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കും എന്നൊരു കളിപറച്ചിലൂടെ അവൻ ഒരിക്കൽ കൂടി നോക്കി മുറിവാതിൽ ചാരി അവൻ സ്വന്തം മുറിയിലെത്തി. എന്നിട്ട് കുഞ്ഞിനെ അത്രയും ശ്രദ്ധയോടെ ആ കട്ടിലേക്ക് കിടത്തി. പാമ്പേഴ്സ് മാത്രമാണ് വേഷം. പനിയുടെ ആണെന്ന് തോന്നുന്നു, മുഖത്തിന് വല്ലാത്തൊരു വാട്ടവുമുണ്ട്. മരുന്ന് കൊടുത്തതിന്റെ ആകും ചൂടിനൽപ്പം കുറവുണ്ടെങ്കിലും പൂർണ്ണമായി മാറിയിട്ടില്ല. ഹരി കുഞ്ഞിന്റെ ഇരുവശവും തലയണ വെച്ചു അടുക്കളയിലേക്ക് പോകാൻ വേണ്ടി. കാരണം ചൂട് ഇപ്പൊ ഇച്ചിരി കുറവുണ്ടെങ്കിലും ഇച്ചിരി കഴിയുമ്പോൾ എന്തായാലും ഇടയ്ക്കിടെ തുണി നനച്ചിടേണ്ടി വരും. അടുക്കളയിൽ പോയി അതൊന്ന് എടുത്തുകൊണ്ട് വരാം എന്ന ഉദ്ദേശത്തോടെ അവൻ വാതിലിനടുത്തേക്ക് നടന്നതും കാണുന്നത് ഒരു പാത്രത്തിൽ വെള്ളവും മറ്റേ കയ്യിൽ കോട്ടന്റെ ചെറിയൊരു തുണിയുമായി മുറിയിലേക്ക് വരങ്ങാൻ തുടങ്ങുന്നവളെയാണ്. അവൻ അന്തിച്ചുപോയി. കാരണം അല്പം മുന്നേ ഇവളെയല്ലേ താൻ നിർബന്ധിച്ച് മുറിയിൽ ഉറക്കാൻ കിടത്തിയത് എന്നൊരു ചിന്തയോടെ അവന്റെ കണ്ണുകൾ വല്ലാത്തൊരു അത്ഭുതത്തോടെ അവളുടെ നേരെ ഉയർന്നു. നിന്നെ ഞാൻ കട്ടിലിൽ പിടിച്ച് കിടത്തിയതല്ലേ കൊച്ചേ? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവന്. കിടത്തിയാലെന്താ, എനിക്ക് എഴുന്നേറ്റ് വരെ അറിയത്തില്ലേ? അവനെ ഒന്ന് നോക്ക് പോലും ചെയ്യാതെ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും പെണ്ണിന്റെ കൈത്തണ്ടിൽ അവന്റെ പിടി വീണു. പിടിവിട്ടാ നന്ദേട്ടാ, എനിക്ക് നല്ലോണം ദേഷ്യം വരുന്നുണ്ട്. തുളുമ്പാൻ തുടങ്ങിയ വെള്ളം താഴേക്ക് വീഴാതെ പിടിച്ചുകൊണ്ട് പെണ്ണ് ദേഷ്യപ്പെട്ടു. എന്തിനാ ദേഷ്യം? അവളുടെ ആ മുഖത്ത് നോക്കി അടുത്തേക്ക് നല്ലോണം ചേർന്ന് നിന്നത് ചോദിക്കുമ്പോൾ ഒരു നിമിഷം പോലും അവന്റെ ചുണ്ടിലെ പുഞ്ചിരിക്ക് മാറ്റം വന്നില്ല. അതെ, മരുന്ന് കൊടുത്തതിന്റെയാണ് ഇപ്പൊ ചൂട് കുറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ ഇടയ്ക്കിടെ ഇത് നനച്ച് നെറുകയിലിട്ടില്ലെങ്കിലുണ്ടല്ലോ, ആ നിമിഷം കൊണ്ട് അവൾക്ക് പിന്നെയും ചൂട് തിരിച്ചു കയറും. അത് വല്ലതും അറിയാവോ നന്ദേട്ടന്? കൊച്ചിനെ നോക്കാൻ വേണ്ടി എന്റെ അടുത്ത് നിന്നും പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. എന്നാ അവളുടെ ഒരു കാര്യം ചെയ്യാനുണ്ട് അറിയത്തുമില്ല. വന്നേക്കുക വലിയൊരു അച്ഛൻ കളിക്കാൻ. തന്റെ കുഞ്ഞിനെപ്പറ്റി തനിക്കൊന്നും അറിയില്ല, ഒക്കെ അവൾക്ക് മാത്രമേ അറിയൂ എന്ന രീതിയിലുള്ള സംസാരത്തോടൊപ്പം അവനെ വാതിലിൽ നിന്നും തള്ളിമാറ്റി അകത്തേക്ക് കയറുന്നവളെ കണ്ടതും അത്രയും സന്തോഷത്തോടെ അവന്റെ കണ്ണു നിറഞ്ഞു. പക്ഷെ അതവൾ കാണാതിരിക്കാൻ വേണ്ടി തലയൊന്ന് വെട്ടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ അവനെ നോക്കുന്നവളെ നോക്കിക്കൊണ്ട് തന്നെ പെണ്ണിന് പിന്നാലെ അവനും ചെന്നു. അവിടെ പിന്നെ കൊണ്ടുവന്ന സാധനം സൈഡ് ടേബിളിൽ വെച്ച് കട്ടിലേക്ക് വലിഞ്ഞു കയറി കുഞ്ഞിന്റെ കൈയുടെയും മുഖത്തെയും ഒക്കെ തൊട്ട് നോക്കുന്നുണ്ട് പെണ്ണ്.
അത്രയും വലിയ ചൂടൊന്നുമില്ലെന്ന് തോന്നുന്നു. അതാണ് ഇപ്പൊ കാണുന്ന ചെറിയൊരു ആശ്വാസം ആ മുഖത്ത്. ഞാൻ പറഞ്ഞില്ലേ കണ്ണേ, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലെന്ന്. ഇനിയിപ്പൊ സമാധാനത്തോടെ അപ്പുറത്ത് പോയി കിടന്ന് ഉറങ്ങാമല്ലോ. ഒരു നേർത്ത പുഞ്ചിരിയോടെ അത് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പെണ്ണിന്റെ മറുപടി കേട്ടതും ഹരി ഞെട്ടിപ്പോയി. കുറെ നേരമായല്ലോ അപ്പുറത്തെ മുറിയിലേക്ക് പോന്നും പറഞ്ഞ് വഴക്ക് പറയുന്നു. എനിക്ക് തൽക്കാലം സൗകര്യമൊക്കില്ല. നന്ദേട്ടനല്ലേ ആ മുറി ഇഷ്ടം. അതുകൊണ്ട് അവിടെ കിടന്ന് തെക്ക് വടക്ക് നടക്കാതെ ആ മുറിയിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്തായാലും ഞാൻ എന്റെ മോൾക്കൊപ്പമാണ്. നല്ലോണം ധാർഷ്ട്യത്തിൽ പറയുന്നതിനൊപ്പം തന്നെ ഹരി കിടക്കുന്ന വശത്തേക്ക് കയറി കിടന്നുകൊണ്ട് പെണ്ണ് കണ്ണടച്ചു. കണ്ണേ, നന്ദേട്ടൻ എന്തു പറഞ്ഞാലും ഞാൻ ഇറങ്ങിപ്പോകില്ല. വെറുതെ ഓരോന്ന് പറഞ്ഞ് ആ വായിലെ വെള്ളം വറ്റണ്ട എന്നുണ്ടെങ്കിൽ മിണ്ടാതിരുന്നോ. അതല്ല, ഈ മുറിയിലെ ഇപ്പൊ കിടക്കൂ എന്നാലേ ഉറക്കം വരൂ എന്നൊക്കെയാണെങ്കിൽ വലിയ ബെഡാണ്. ഏതെങ്കിലും ഒരു വശം നീങ്ങിക്കിടന്നാൽ നമുക്ക് രണ്ടുപേർക്കും സുഖമായി ഉറങ്ങാം. ഇനിയിപ്പോൾ താൻ അമ്മകൊണ്ട് കുമ്മിയാടിയാലും അവൾ എഴുന്നേൽക്കില്ല എന്ന വാശിയിൽ കിടക്കുന്ന പെണ്ണിനെ കണ്ട് ഹരി ഒരു നിമിഷം നിസ്സഹായനായിപ്പോയി. ആ ഒരു ചിന്തയോടെ അവളെ നോക്കി നിൽക്കുകയാണ് പിന്നിലൊരു നിഴലനക്കം കണ്ടത്. നോക്കുമ്പോൾ തനിക്കും പിറകിലായി അച്ഛൻ നിൽക്കുന്നു. ആളുടെ ഭാവം കണ്ടിട്ട് ഒക്കെ കേട്ടാണ് ആ നിൽപ്പെന്ന് മനസ്സിലായി. തന്നെ ഒന്ന് നോക്കുക മാത്രം ചെയ്ത് പുറത്തേക്ക് പോയ ആൾക്ക് പിന്നാലെ അവനും ചെയ്തു. അച്ഛൻ കിടന്നിരുന്നില്ലേ? കിടന്നായിരുന്നടാ, പക്ഷെ എന്തോ ഉറക്കം വന്നില്ല. അപ്പൊ പിന്നെ കുഞ്ഞിനെങ്ങനെയുണ്ടോ നോക്കിയിട്ട് കിടക്കാമെന്ന് കരുതി. അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അദ്ദേഹം ടേബിളിൽ ഇരുന്നൊരു ഗ്ലാസ്സിലെ വെള്ളം എടുത്തു കുടിച്ചു. വന്ന് പെണ്ണിനിപ്പൊ കുഞ്ഞിനേക്കാൾ വാശിയാണ് അച്ഛാ. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവളെ ഞാൻ മുറിയിൽ കൊണ്ടുപോയി കിടത്തിയതാണ്. മണിക്കുട്ടിയെ തന്റെ മുറിയിൽ കണ്ടതിനെപ്പറ്റി അച്ഛനൊന്നും ചോദിക്കുന്നില്ല എന്ന് കണ്ട് അവൻ അങ്ങോട്ട് കയറി പരാതി പോലെ പറഞ്ഞു. കുഞ്ഞുമോക്ക് വയ്യാഴികയായാൽ അവൾ മാറിക്കിടക്കും എന്ന് നീ ചിന്തിച്ചല്ലോ എന്റെ ഹരി. ചെറിയൊരു കഷ്ടം വെച്ചാണ് ആ പറച്ചിലെങ്കിലും അതിലെ പരിഹാസം ഹരിക്ക് പെട്ടെന്ന് മനസ്സിലായി. അച്ഛൻ വേറെ. എന്റെ പൊന്നച്ഛ, കുഞ്ഞിന് ചെറിയൊരു മേലുകാച്ചിലാണ്. ഞാനുണ്ടല്ലോ അടുത്ത്. അപ്പൊ പിന്നെ അവൾ ഈ വയ്യാഴികയും വെച്ച് ഉറക്കമൊഴിയേണ്ട കാര്യമുണ്ടോ? അമ്മമാരായാൽ അങ്ങനെയാ ഹരി. മക്കൾക്ക് വയ്യാഴിക വരുമ്പോൾ അവരെ പറ്റിയൊന്നും ഓർക്കില്ല. അതുകൊണ്ട് നീ ഇനിയും പെണ്ണിനോട് വാക്കുതർക്കത്തിന് പോകാതെ അവിടെങ്ങാനും പോയി കിടക്കാൻ നോക്ക്. അവന്റെ എല്ലാ തർക്കങ്ങളും ഒറ്റ വാക്കിൽ തീർത്തുകൊണ്ടത് മാഷു പറഞ്ഞതും മറുത്തൊന്നും പറയാനില്ലാത്തവൻ ഒരു നിമിഷം നിശബ്ദനായി. താൻ പറഞ്ഞതിന് പ്രത്യേകിച്ചൊരു മറുപടിയും പറയാൻ നിൽക്കുന്ന മകനെ കണ്ടുകൊണ്ടാണ് മാഷ് മുറിയിലേക്ക് നടന്നത്. അകത്തേക്ക് കയറി വാതിലടയ്ക്കും മുന്നേ അയാളൊന്ന് തിരിഞ്ഞു നോക്കി. ഇനിയിപ്പോ അവളോടുള്ള വാശിക്ക് അവൾ കിടക്കുന്ന മുറിയിലൊന്നും പോയി കിടക്കാൻ നിൽക്കണ്ട. അറിയാലോ, രണ്ടെണ്ണത്തിനും വയ്യാത്തതാണ്. അതിൽ ആർക്കാപ്പോ രാത്രിയിൽ വയ്യാഴിക കൂടുക എന്ന് നീ അടുത്തുണ്ടെങ്കിലേ അറിഞ്ഞു നോക്കാൻ പറ്റൂ. അതുകൊണ്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക് ചെറുക്ക. ആ രണ്ടും ഉറങ്ങുമ്പോളെ ഇന്ന് നിനക്ക് ഉറങ്ങാൻ പറ്റൂ. അതുകൊണ്ട് നിന്ന് താളം ചവിട്ടാതെ പോയി കിടന്നുറങ്ങടാ. പോ. ഇത്തവണ വാക്കുകളിലെ പരിഹാസം അവന് നല്ലോണം അറിയാൻ പറ്റുന്ന രീതിയിലായിരുന്നു മാഷിന്റെ സംസാരം. സൂചി കൊത്ത ഇടം കൊടുത്ത തൂമ്പയും കയറ്റി 2 പിക്കാസും വെച്ചിട്ട് പോകൂ അച്ഛൻ. പറയുന്നതിനൊപ്പം ചോദിച്ചുകൊണ്ട് അവൻ മുറിയിലേക്ക് നടക്കും വഴി ഒരു വേള കണ്ണുകൾ അവളുടെ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നതിലേക്ക് പോയി. കാര്യം പെണ്ണിനോട് വല്ലാത്തൊരു ഇഷ്ടമൊക്കെയുണ്ടെങ്കിലും അവൾക്കൊപ്പം മുറിയിൽ കിടക്കാൻ പാകത്തിന് ആ നേരം വരെ ഇല്ലാതിരുന്നൊരു വെപ്രാളം ഹരിയെ വന്ന് മൂടി. അതുകൊണ്ട് തന്നെ ആ നിമിഷം തോന്നിയ പേടിയിൽ അവൻ മണിക്കുട്ടിയെ കടന്ന് ആ മുറിയിലേക്ക് ചെന്ന് വാതിലിലേക്ക് ചെല്ലുമ്പോഴാണ് അച്ഛൻ പറഞ്ഞ വാക്കുകൾ അവൻ ഓർക്കുന്നത്. ശരിയാ, രണ്ടിനും വയ്യ. അവിടെ കിടന്ന് താനെങ്ങാനും നല്ലോണം ഉറങ്ങിപ്പോയാൽ അവർക്ക് എന്തെങ്കിലും പറ്റിയാലും തനിക്കറിയാൻ പറ്റില്ല. ഒരു നെടുവീർപ്പോടെ അകത്തേക്ക് കയറാൻ തുടങ്ങിയവൻ അതുപോലെ വാതിലടച്ച് പുറത്തേക്കിറങ്ങി സ്വന്തം മുറിയിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അവന്റെ ഭാഗത്ത് കിടന്നുകൊണ്ട് മോളെ ഇറുക്കി കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കത്തിലായി കിടക്കുന്ന പെണ്ണിനെയാ. അവളുടെ കൈക്കോട്ടിൽ ആ ചൂടുപറ്റി നല്ല സുഖത്തിൽ മോള് ഉറങ്ങുന്നു. മനസ്സിന് ഇത്രയും സന്തോഷം നൽകുന്ന ആ കാഴ്ച കണ്ണിൽ നിറയ്ക്കാനെന്നോണം അവൻ അവരെയും നോക്കി എത്ര നേരം അവിടെ അങ്ങനെ നിന്നൂന്നറിയില്ല. അവസാനം കൺപോളകൾ കൂട്ടിമുട്ടി ഉറക്കം മാടി വിളിക്കുന്നു തോന്നിയ നിമിഷമാണ് അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മേശപ്പുറത്ത് വാച്ചും വെച്ച് മോൾക്കരികിലേക്ക് ചെന്ന് കിടന്നത്. ആ ഉറക്കം ഗാഠമായ നേരത്താണ് എന്തൊക്കെയോ പിച്ചും പേയും പറയുന്ന പോലെയുള്ള സംസാരം ചെവിയിൽ പതിയുന്നത്. ആദ്യമൊന്നും കൃത്യമായി മനസ്സിലായില്ലെങ്കിലും പിന്നെ കേട്ട ശബ്ദത്തിൽ അവൻ ഞെട്ടി എഴുന്നേറ്റു. അടുത്ത് കിടക്കുന്ന മോളാണ് ഓരോന്നൊക്കെ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ അവന് പിന്നെയും നേരം പിടിച്ചു. അവൻ വേഗം കുഞ്ഞിനെ എടുക്കാൻ നോക്കുമ്പോൾ അവൾക്ക് പൊള്ളുന്ന ചൂട്. തൊട്ടടുത്ത് മാറിക്കിടക്കുന്ന പെണ്ണ് പക്ഷെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവളുടെ ആ ഉറക്കം കാണുമ്പോൾ തന്നെ അറിയാം ഗുളിക കഴിച്ച നല്ല മയക്കത്തിലാണ് ആളെന്ന്. അവൻ ആ പെണ്ണിനെ നോക്കിക്കൊണ്ട് തന്നെ കുഞ്ഞിനെ വേഗം മടിയിലേക്ക് എടുത്തു വെച്ചു. സൈഡിൽ വെച്ചിരുന്ന തണുത്ത വെള്ളം പിഴിഞ്ഞ തുണി കൊണ്ട് അവളെ ആകെ ഒന്ന് തുടച്ചു. പെട്ടെന്ന് ശരീരത്തിലേക്ക് തണുത്ത വെള്ളം തൊട്ടതുകൊണ്ടാവും കുഞ്ഞ് ചിണുങ്ങി കരയാൻ തുടങ്ങി. അത് കേട്ട് പെണ്ണിന്റെ ഉറക്കം മുറിയും എന്ന് തോന്നിയ നിമിഷത്തിൽ അവൻ വേഗം കുഞ്ഞുമായി പുറത്തേക്കിറങ്ങി. സെറ്റിയിൽ ചെന്നിരുന്ന് 1-2 തവണ കുഞ്ഞിന്റെ ദേഹം തുടച്ചു മാറിയെങ്കിലും
ചൂട് കുറയുന്നില്ല എന്ന് കണ്ടവൻ പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ കുഞ്ഞുമായി വേഗം പുറത്തേക്കിറങ്ങി കാറിലേക്ക് കയറി. ആ സമയം മറ്റൊന്നും അറിയാതെ ഗാഢമായ മയക്കത്തിലായിരുന്നു മണിക്കുട്ടി. അപ്പോ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഭാഗവുമായിട്ട് നാളെ കാണാം കേട്ടോ. നന്ദി.